ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ ആമി സോയി. ഞാൻ ആമി. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൽദിക്ക് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പോണേ, എൻ്റെ കൂടെ അശ്വതി ചേച്ചിയുണ്ട്, പിന്നെ ആനന്ദും അജ്മലും ഉണ്ട്. അവർ രണ്ടുപേരും സ്ഥലത്ത് വരും. ഞങ്ങൾ നേരെ ആദ്യം അവളുടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് നടക്കുമായിരുന്നു അവളുടെ. അങ്ങനെ ഞങ്ങൾ അവളെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവളുടെ ഫോട്ടോസ് എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊക്കെ നിന്ന് അവളുടെ കൂടെ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിനകത്ത് അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഹൽദി നടക്കുന്നത്. ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ തുടങ്ങാറായപ്പോൾ പയ്യൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പയ്യനും ഫാമിലിയും വരുന്നുണ്ടായിരുന്നു. അവളവിടെ റെഡിയായി പോയിരുന്നു. അതിനുശേഷം പിന്നെ പയ്യൻ വന്നു. ഇപ്പോൾ കാണുന്നത് പയ്യൻ്റെ ഫാമിലി, അതായത് കസിൻസൊക്കെ കൂടെ പെണ്ണിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ ചെയ്യാനായിട്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അതിനു വേണ്ടി ഇതെല്ലാം പയ്യൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ അവളെ വിളിക്കാനായിട്ട് വരുന്നതാണ്. അതായത് വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ എടുക്കാനായിട്ട് വരുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, ഫുൾ പയ്യൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ കൂടുതലും അവിടെ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ പയ്യനും കൂടെ പോയി അവിടെ ഇരുന്നിട്ട് പിന്നെ ഹൽദിയുടെ ഫോട്ടോസും പിന്നെ മഞ്ഞൾ തേക്കുന്ന ചടങ്ങും ഒക്കെയാണ് പിന്നെ അവിടെ ഫംഗ്ഷൻ നടന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് മാറി മാറി ഹൽദി തേച്ച് കൊടുക്കുവാണ്, പിന്നെ സ്വീറ്റ്സ് കൊടുക്കുവാണ്. അങ്ങനെ ഹൽദിയുടെ ചടങ്ങുകളെല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ആനന്ദും അജ്മലും വന്നത്. രണ്ടുപേരും വന്നപ്പോഴത്തേനും ഞാനും അശ്വതി ചേച്ചിയും കൂടെ അവിടെ കൂടെ പോയി സംസാരിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കണോണ്ട് അജ്മൽ നീ എന്തോ എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അവനെ തന്നെ ഏൽപ്പിച്ചു. അവരാണ് പിന്നെ ഈ വീഡിയോ ഞങ്ങൾക്ക് എടുത്തു തന്നത്. ഞങ്ങൾ ഹൽദിയുടെ ഹൽദി ഇടുന്ന വീഡിയോ ഒക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞ് അവരാണ് എടുത്തത്. അങ്ങനെ അവർ ആക്ച്വലി ഹൽദി ഇടുമ്പോൾ തന്നെ രണ്ടുപേരും അങ്ങ് തുടയ്ക്കുന്നുണ്ട്. ഫേസിൽ മഞ്ഞളൊന്നും പെട്ടെന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പെട്ടെന്ന് ഇടുന്നതിന് അങ്ങ് തുടച്ച്. അതാണ് ചേട്ടൻ പെട്ടെന്ന് തുടച്ചത് കണ്ടത്. അങ്ങനെ ഞാനും അശ്വതി ചേച്ചിയും പോയി ഹൽദിയുടെ ചടങ്ങ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അജ്മലിന് വീഡിയോ എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവ ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ തന്നെ നിന്ന് അവിടെ പയ്യൻ്റെ അവിടെ നിന്ന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പയ്യൻ്റെ സൈഡിൽ നിന്ന് പിന്നെ ലാസ്റ്റ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളും ചെന്നു. മട്ടൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നിന്നപ്പോഴാണ് ഞാൻ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ പാട്ട് കൊടുക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് പയ്യൻ്റെ സൈഡിൽ നിന്ന് ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ കണ്ടു. അങ്ങനെ ഭയങ്കര കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു അവിടെ, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. അങ്ങനെ പയ്യനെയും പെണ്ണിനെയും കൂടെ അവിടെ വിളിച്ചുകൊണ്ട് പോയി ഡാൻസൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ അതാണ് അവളെ കാണുന്നത്. അവളങ്ങനെ കളിക്കാതെ അവളങ്ങനെ മടിച്ച് മാറി മാറി നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വിടുന്നുണ്ട്, കളി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങുവാണ്. ഹൽദിയുടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. കാരണം മഴയൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.